ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനന്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവികമായ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് അനേകർക്ക് സന്തോഷം പകരുന്ന ദിവസമാണ്. കാരണം അവർ ജനിച്ച ദിവസമാണ്. അതുപോലെ തന്നെ അവരുടെ വിവാഹവാർഷികം ആഘോഷിക്കുന്നുണ്ട്, ഈസ്റ്റർ ഡേ ആഘോഷിക്കുന്നുണ്ട്, ഭവനത്തിൽ കയറി താമസിച്ചതിൻ്റെ ആഘോഷമുണ്ട്, വാഹനം മേടിച്ചതിൻ്റെ ആഘോഷമുണ്ട്. അങ്ങനെ വിവിധ ആഘോഷങ്ങൾ ആഘോഷിക്കുവാൻ താല്പര്യമുള്ളവരും അവയിൽ ദൈവത്തിന് പ്രധാനമായ പങ്ക് കൊടുക്കുന്നവരുമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവൻ നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 18-ാം തിരുവചനം ഇപ്രകാരം നമ്മുടെ അരുളിച്ചെയ്യുന്നു: സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഒരിക്കൽ കൂടി പറയുന്നു, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. അവിടുന്ന് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വിട്ടു. നമ്മുടെ ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും നമ്മൾ ആഴപ്പെടുമ്പോൾ നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെയും മുഖം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. പ്രതികാര ചിന്ത നമ്മൾക്കുണ്ടാകാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എല്ലാം ദൈവം അറിയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: സഹിക്കേണ്ടത് ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞിട്ട്, ഈ ദുരിതങ്ങൾ മുഴുവൻ ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞിട്ട് ദൈവമേ ഞങ്ങൾക്ക് എന്താണ് രക്ഷ? നീ ഓർക്കണം, ഈ സഹനത്തിന് പിന്നിലും ദൈവത്തിൻ്റെ വലിയ കരമുണ്ട്. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് യാതൊരു ദേഷ്യം കാണിച്ചില്ല. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു, അവനെ ഈജിപ്തുകാർക്ക് വിറ്റു. എന്നിട്ടും യാക്കോബ് പ്രതികരിക്കുന്നില്ല. ദൈവം അവരോട് പ്രതികാരം ചെയ്യട്ടെ എന്നും യാക്കോബ് പറയുന്നില്ല. ദൈവം എനിക്ക് നന്മയായിട്ട് ചെയ്തു എന്ന് മാത്രമാണ് യാക്കോബ് പറഞ്ഞത്. യാക്കോബിൻ്റെ മകനായ ജോസഫ് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വേദനിക്കുന്ന നിമിഷങ്ങളിലെല്ലാം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം ഉയർത്താം. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈശോ എപ്പോഴും നമ്മളെ സഹായിക്കുന്നവനാണ്, നമ്മൾക്ക് നിത്യരക്ഷ നൽകുന്നവനാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം ഉയർത്തി. വേദനിക്കുന്ന അനേക മക്കളുണ്ട്, രോഗത്താൽ വേദന അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് 1-2 ദിവസമായിട്ട് തലവേദനയാൽ അസ്വസ്ഥപ്പെടുന്ന ഒരു സഹോദരിയുണ്ട്. ഏലമ്മ എന്ന് പറയുന്ന സഹോദരി തലവേദന കൊണ്ട് ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുന്നു. അവരുടെ മക്കളെക്കുറിച്ചുള്ള ചിന്തകളും സാമ്പത്തികമായ പ്രശ്നങ്ങളുമെല്ലാം അവരെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ദൈവം അവരെ ക്രമപ്പെടുത്തും. ഈശോയിൽ ഹൃദയം തുറക്കുമ്പോൾ ഈശോ നമ്മൾക്ക് സമാധാനമായി കടന്നു വരും. ദൈവമേ, മകളെയും ഇതുപോലെ തലവേദന അനുഭവപ്പെടുന്ന അനേക വ്യക്തികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചിലവർക്ക് കണ്ണിലൂടെ വെള്ളം വരും, കാഴ്ച കുറയും, തലയ്ക്ക് ശക്തമായ വേദന ഉണ്ടാകും. അങ്ങനെ വിദേശത്തായിരിക്കുന്ന ട്രീസ എന്ന് പറയുന്ന ഒരു മകളെ സമർപ്പിക്കുന്നു. അവൾക്കും തലവേദനയും കണ്ണിൻ്റെ വേദനകളുമാണ്. താവേ, മകളെ നീ സുഖപ്പെടുത്തണമേ. ഇതുപോലെ വേദനിക്കുന്ന അനേക മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടത് കണ്ണിൻ്റെ താഴെയായിട്ട് പോള വീർത്ത് വരികയും അവിടെ
ചെറിയ രീതിയിൽ നീരനുഭവപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളെയും കർത്താവെ കാണുന്നു. ദൈവമേ, അവരെയും നീ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. എല്ലാവരെയും സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയാശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി തിരുക്ക് മനസ്സിൽ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.